എനിക്കൊന്ന് നിയമസഭയില് സംഭവം ഗംഭീരമായി കാര്യങ്ങളൊക്കെ അല്ലേ? ആഷ്മിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് വാക്പോരൊക്കെ കുറച്ച് രാഷ്ട്രീയ ഉണ്ടായി, ഒക്കെ ശരിയാണ്. പക്ഷേ കാര്യമാത്ര പ്രസക്തമായ നമുക്ക് അറിയേണ്ടത് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് തോന്നുന്നില്ല. അതെ, ഈ ചർച്ച നേരത്തെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് സഭയിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ കൂടി ചർച്ച നടക്കണം, അതിനുതകുന്ന ചർച്ച 2 മണിക്കൂർ 12 മുതൽ 2 വരെ നമുക്ക് നടത്താം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്തരം ഒരു ചർച്ച നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ സാരോപദേശമല്ല വേണ്ടത്. മുൻ പ്രതിപക്ഷത പറയുന്നുണ്ടായിരുന്നു, ലോങ് റണ്ണിൽ ആക്ഷൻ പ്ലാൻ വേണമെന്ന് പറഞ്ഞു. 100% ശരിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, ഇത് സർക്കാർ മാത്രം വിചാരിക്കേണ്ടതല്ല, ഓരോ വീട്ടിൽ തുടങ്ങേണ്ടതാണ്. പേരന്റിങ്ങിന്റെ പ്രശ്നമുണ്ട്, സമൂഹത്തിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ സമഗ്രമായ കുറെ അധികം കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇനി അതിനെ ഒരു മൂർത്തമായ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രധാനം. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രശ്നമായത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിൽ ഒന്ന് തട്ടി അത് ശരിക്കും എനിക്കൊന്ന് നേരായ വഴിക്ക് വിളിച്ചാന്ന് തോന്നുന്നു. അല്ലാതെ അതിനകത്ത് വേറെ തട്ടി നല്ലോടൊന്നുമില്ല. മുഖ്യമന്ത്രി ആ പ്രസംഗത്തിനിടയിൽ തന്നെ ക്ഷുഭിതനായി അദ്ദേഹം എഴുന്നേറ്റു, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലായി, സഭയിൽ തീ ചിതറി. അതെ, അത് നല്ല ഫൈറ്റായി. ആ ഫൈറ്റ് അവസാനം പിന്നെ ആ പഴയ സംഗതിയിലേക്ക് തിരികെ എത്തി. സമാധാനപരം അവസാനിച്ചു. അല്ലെ, ഇടയ്ക്കൊക്കെ ഈ നിയമസഭയിൽ ചൂടും ചൂരും ഒക്കെ ഇല്ലെങ്കിലേ നിയമസഭ തണുത്തു പോകാൻ സൂക്ഷിക്കേണ്ടവരുടെ ജോലിയാണ്. ആൾക്കാർ ഇതൊക്കെ കാണാൻ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ നിയമസഭയിലേക്ക് പോകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ മരണവും സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ഇന്ന് നിയമസഭയിൽ വന്നത്. ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ ശരിക്കും കൊമ്പ് കോർത്തു. കാണാം നമുക്ക് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ഡിബേറ്റ് സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്ക് ആക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി, ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി, വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്തയാളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. എന്തായാലും നിയമസഭയിലെ ഒരു നല്ല വാഗ്വാദമാണ് നടന്നത്. ചിലതൊക്കെ അത്ര സുഖകരമല്ല താനും അല്ലേ? കാര്യം ഇത് കേരളത്തിൽ അക്രമം പെരുകുന്നു, ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, ഡ്രഗ്സുകൾ ആളുകൾ കഴിക്കുന്നു, കുട്ടികൾ ലഹരി മരുന്നിൻ്റെ കാരിയറായി മാറുന്നു. ഇതൊക്കെ തന്നെയാണ് ഗൗരവമുള്ള പ്രശ്നം. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഇന്ന് വരുന്ന വാർത്തകളൊക്കെ കണ്ടിട്ട് പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ കാര്യമായി ഭയന്നു പോകുന്നൊരു ചുറ്റുപാടുമുണ്ട്. ഇതിൽ നിന്ന് കടന്നുചാടാൻ എല്ലാ രാഷ്ട്രീയ സാമുദായിക മറ്റ് പരിഗണനകൾക്ക് അപ്പുറം നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ കേരളത്തെ സംരക്ഷിച്ച് നിർത്തിയേ പറ്റൂ. കേരളം ഇതല്ലല്ലോ.
അല്ലേ വിജയകുമാർ? ഉറപ്പായും ഇതാണോ എസ് കെ. കേരളം എന്ന് അതന്നെ, പറയുന്നത്? ഉറപ്പായും അത് തന്നെയാണ്. അപ്പൊ അതിലേക്ക് വഴി തുറക്കുന്ന ചർച്ചകളാണ് നടക്കേണ്ടത്. മര്യാദയ്ക്ക് സമീകൃത ആഹാരം കഴിച്ച് വളർന്നവരാണ്. അതെ അതെ അതെ. അതപ്പോ ഇന്ന് മുഖ്യമന്ത്രി അവസാനം പറഞ്ഞത് പ്രധാനപ്പെട്ടത്, ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ വിപത്തിനെ നേരിടണം എന്ന ഒരു ആഹ്വാനം ഇന്നുണ്ടായിട്ടുണ്ട്. അത് ഈ ചർച്ചയുടെ ആകത്തുകയായി കണക്കാക്കിയാൽ നന്നായി.